അങ്ങേയറ്റം ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയും അള്ളാഹുവിന്റെ ഒരു ശ്രദ്ധയിലാണ് ഉള്ളത്. അവന്റെ വിധി, അവന്റെ നടപടിക്രമങ്ങൾ, അതിനെക്കുറിച്ച് ആഴത്തിൽ ആലോചിച്ചും പഠിച്ചും മനസ്സിലാക്കിയും ജീവിതത്തെ നന്മയിൽ ഊട്ടിയുറപ്പിക്കുക എന്നതാണ് തഖ്വ കൊണ്ടുള്ള ഉദ്ദേശം. അള്ളാഹിന്റെ കണ്ണിൽപ്പെടാതെ, ശ്രദ്ധയിൽപ്പെടാതെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ദീർഘായുസ്സും നമ്മുടെ കരുത്തും നമ്മുടെ വിജയവും സന്തോഷവും ഒക്കെ അള്ളാഹുവിന്റെ ഒരു നടപടിക്രമങ്ങളാണ്. അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവുക, ഓർമ്മയുണ്ടാവുക എന്നതാണ് തഖ്വയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി ജീവിക്കണമെന്ന് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസമുള്ളവരുണ്ട്. ഏറെ നാളായി നമ്മുടെ പള്ളിയിൽ സജീവമായിരുന്നെങ്കിലും എത്താൻ കഴിയായിരുന്ന ജമാൽ സാഹിബ് ഇന്ന് പള്ളിയിലെത്തിയത് വലിയ സന്തോഷമുണ്ട്. 2 ആഴ്ച മുമ്പ് സർജറിക്ക് വിധേയമായ ബക്കർക്കയും ഇന്ന് പള്ളിയിലെത്തിയിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങളിലും നമുക്കിടയിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണിഷ്മെന്റ് അല്ലെങ്കിൽ ടെസ്റ്റ് ഡോസ് അന്നങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇന്ന് എനിക്കായിരിക്കും, നാളെ നിങ്ങൾക്കായിരിക്കും, മറ്റന്നാൾ മറ്റൊരാൾക്കായിരിക്കും. എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും കാണുകയും അറിയുകയും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചൊരു ഉത്തമ ബോധ്യം നിലനിൽക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും റഹ്മത്തും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നന്നായി പ്രവർത്തിക്കാനും പള്ളിയിൽ 5 വക്തിന് വരാനെങ്കിലുമുള്ള ആരോഗ്യം നൽകി നമ്മുടെ സുഹൃത്തുക്കളെ അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്ക് നമ്മുടെ പ്രാർത്ഥന മാത്രമേ ഒരു വഴിയുള്ളൂ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഞാനിവിടെ ഖുതുബ ആരംഭിച്ചിട്ട് ഇത് 7ാമത്തെ മാസമാണ്. ഇന്ന് വരെ പറയാത്ത, ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായ, നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഖുതുബയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സമയം വൈകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ആലോചിച്ച് ചിന്തിച്ച് അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും കൊണ്ടുവരണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും സുപ്രധാനമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഉറക്കത്തിൽ പെടാതെ അത് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഞാൻ ഓതി വെച്ച ആയത്ത് ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. നിന്റെ ശേഷക്കാർക്ക് ഒരു പാഠമായിരിക്കാൻ വേണ്ടി ഇന്ന് നിന്റെ ജഡത്തെ നാം രക്ഷപ്പെടുത്തും. സംശയമില്ല, മനുഷ്യരിലേറെ പേരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അശ്രദ്ധരാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 92ാമത്തെ വചനമാണിത്. ഫറോവയുടെ ജഡം, ഫറോവ മുങ്ങി മരിക്കുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഫറോവയുടെ ജഡം ഈ ലോകത്തിന് ദൃഷ്ടാന്തമായി ലഭിക്കുന്നത്. ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ അതുണ്ട്. അത് ആരും നിഷേധിച്ചിട്ടില്ല. കൃത്യമായി ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഏകദേശം 3700-ലധികം വർഷങ്ങൾക്ക് മുമ്പ് മുങ്ങി മരിച്ച ഒരു മനുഷ്യന്റെ, ക്രൂരന്റെ, വൃത്തികെട്ടവന്റെ, മനുഷ്യകുലത്തെ നശിപ്പിച്ചവന്റെ ഭൗതിക ശരീരമാണ് അവിടെ ഉള്ളത്. ആ ഒരു തലക്കെട്ടിൽ മുമ്പ് വെച്ചുകൊണ്ട് എനിക്ക് എന്നോടും പറയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഖുർആനിനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. ഡു യു ലവ് ദ ഹോളി ഖുർആൻ? ഖുർആനെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ? ഖുർആൻ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് യെസ് ഐ ലവ് ദ ഹോളി ഖുർആൻ, അല്ലെങ്കിൽ ഞാൻ ഖുർആനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? വാക്കുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ നമ്മളൊരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കൂലേ? അയാൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കും. ഇനി അയാൾ നമ്മൾ വിചാരിച്ച അത്രയും ദിവസം കണ്ടിട്ടില്ലെങ്കിലോ നമുക്കത് ഭയങ്കര സങ്കടമായിരിക്കും. അയാളെ കാണുമ്പോഴൊക്കെ വിൽ ബി വെരി ഹാപ്പി ടു സീ ദം. അവരെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. വിശുദ്ധ ഖുർആൻ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ടോ? വിശുദ്ധ ഖുർആനോട് നമ്മൾ അങ്ങനെ സമീപിച്ചിട്ടുണ്ടോ?
വിശുദ്ധ ഖുർആൻ മാത്രമല്ല, ഇനി ഒരാളെ കാണാതിരുന്നാലോ, നമ്മൾ ഇഷ്ടപ്പെട്ട, നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കണ്ടില്ലെങ്കിലോ നമുക്ക് അവരെ മിസ് ചെയ്യും, വല്ലാതെ സങ്കടാവും. അത് വീണ്ടും കാണുമ്പോൾ വല്ലാത്ത സന്തോഷം ഉണ്ടാകും. ഇത്തരത്തിൽ ഖുർആനിനോടൊരു ഇഷ്ടം ഞാൻ എന്നോടാണ് ആദ്യം ചോദിക്കുന്നത് കേട്ടോ, എന്നോടാണ് ആദ്യം ചോദിക്കുന്നത്, പിന്നെയാണ് നിങ്ങളത് കേൾക്കേണ്ടതുള്ളൂ. നമുക്ക് ഖുർആനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഖുർആനിനെ അടുത്തറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രാധാന്യം നമുക്കറിയുമോ? അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? ആ ഖുർആൻ ഇല്ലാതിരുന്നാലുണ്ടാവുന്ന തിരിച്ചടികൾ നമുക്കറിയോ? ആ ഖുർആൻ ഈ ലോകത്തോട് പറഞ്ഞ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടോ? ഞാൻ പറയുന്നത് നമ്മൾ ഖുർആനെ തിരിച്ചു വിളിക്കണം എന്നാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വിളിക്കണം, നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു വിളിക്കണം, നമ്മുടെ കുട്ടികളിലേക്ക് തിരിച്ചു വിളിക്കണം. ആ ഖുർആനിന്റെ അമാനുഷികതയിൽ, അതിന്റെ അത്ഭുതങ്ങളിൽ. സത്യത്തിൽ ഖുർആൻ വളരെ അമാനുഷികമായ ഗ്രന്ഥമാണ്. മറ്റു പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു തആല നേർക്ക് നേരെയുള്ള അത്ഭുതങ്ങൾ, മൂസാ നബിന്റെ വടി പോലെ, ഈസാ നബിന്റെ വെള്ളപ്പാണ്ട് മാറ്റുന്നത് പോലെ, സുലൈമാൻ നബിയുടെ ജീവികളുള്ള സംസാരം പോലെ, ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കണ്ട വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ഖുർആനിനെയാണ്. ആ വിശുദ്ധ ഖുർആൻ എല്ലാവരുടെയും കയ്യിലുണ്ട്. മറ്റു പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തങ്ങളൊന്നും അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ടില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അത് കണ്ണുകൊണ്ട് കാണാൻ, അത് തൊടാൻ, അത് വായിക്കാൻ, അത് പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഓതി വെച്ച ആയത്ത് സുഹൃത്ത് യൂനിസിലെ ആയത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര കൊല്ലം മുമ്പാണ്, 3500 ചില്ലാനും വർഷം മുമ്പ് മുങ്ങി മരിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഞാൻ ഇനി ആമത്ത് റബ്ബി മൂസ വഹാറൂൻ, ഇന്ന ഒന്നും പറയല്ലേ, ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മുങ്ങിച്ചത്തു. ആ മുങ്ങി മരിച്ച മനുഷ്യനെ അള്ളാഹ് പറഞ്ഞു, അന്നെ ഞാൻ കൊണ്ടുവരും, അന്നെ ഞാൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള ദൃഷ്ടാന്തമായി കൊണ്ടുവരും. പച്ച ഇറച്ചി പോലെ നീ ഈ ലോകത്തിന് മുമ്പിൽ നീ നിലനിൽക്കുന്ന ഒരു കാലം വരും എന്ന് ഖുർആൻ പറഞ്ഞത് എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ്. അത് സത്യമായില്ലേ? ഇന്ന് അതില്ലേ? ഇന്ന് ഈജിപ്തിലെ മ്യൂസിയത്തിൽ അതില്ലേ? ആ ഒരു ഞെട്ടിക്കുന്ന, ഞാൻ ഈ ഒരു ആയത്ത് തെരഞ്ഞെടുക്കാന്നുള്ള കാരണം, ഈ ഫറോവയുടെ ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പഠനാവശ്യാർത്ഥം 1970കളിലാണ് അത് ഫ്രാൻസിലെ രാജകൊട്ടാരത്തിലേക്ക് ഇപ്പൊ ഫറോവന്റെ ബോഡി കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ പുരാവസ്തു ഗവേഷണത്തിലേക്ക് നല്ല വൈദഗ്ധ്യമുള്ള ഫ്രഞ്ച് ഗവൺമെന്റ് ആണ് അത് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ പഠിക്കണം, ഇത് എന്തൊരു അത്ഭുതമാണ്, ഇതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈജിപ്ത് ഗവൺമെന്റ് അവരുടെ പെർമിഷനോട് കൂടി അത് ഫ്രാൻസിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ അവിടെ ചെന്ന് അവരതിനെ കുറിച്ച് കൊണ്ടുവരുമ്പോഴൊക്കെ പറയുന്നത് എന്തറിയോ? സാധാരണ ഫറോവ തന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നത് പോലെ, പച്ചപ്പരവതാനിയും ചോപ്പരവതാനിയൊക്കെ വിരിച്ചു വരുന്നത് പോലെ ഈ ഫറോവയുടെ ഭൗതിക ശരീരം ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നപ്പോ പച്ചപ്പരവതാനി വിരിച്ചു എന്നാണ്. ആളുകളൊക്കെ എണീറ്റ് നിന്ന് കുനിഞ്ഞു നിന്നു, ആകാശത്തേക്ക് വെടിവെച്ചു. എല്ലാവരും അതിനു മുമ്പിൽ ശിരസ്കരായിട്ട് മാറി. അത്ര ആദരവോടുകൂടിയാണ് ഫ്രാൻസിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് സാധാരണ മമ്മികൾ എന്നറിയപ്പെടുന്ന പലതുണ്ടല്ലോ, അതിന്റെ സംവിധാനം എന്താണ്, കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്താ മാർഗം, എന്താണ് അതിന്റെ പ്രത്യേകത, അതിന്റെ കാലം എത്രയാണ് എന്നൊക്കെ പഠിക്കുന്ന വളരെ വിദഗ്ധമായ സംഘത്തിന്റെ ഇടയിൽ ഈ ഫറോവയുടെ ഈ മൃതദേഹ ശരീരം അവിടെ എത്തിയപ്പോ ഡോക്ടർ മൗറിസ് ബുക്കായി, ഫ്രാൻസിലെ വിദഗ്ധ സർജനും അനാറ്റമി രംഗത്തൊക്കെ മികച്ചു നിൽക്കുന്ന അദ്ദേഹമാണ് ഇത് നേതൃത്വം കൊടുത്തത്. 2 കാര്യമാണത്രേ അവർ പഠിച്ചത്. ഒന്ന്, ഇതെങ്ങനെയാണ് മരിച്ചത് എന്ന് അവർ പഠിച്ച് അതിന്റെ പല്ലിന്റെയും നഖത്തിന്റെയും ഒക്കെ ഇടയിലുള്ള ഉപ്പിന്റെയും ലവണാംശങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മുങ്ങി മരിച്ചതാണെന്ന് അവർ സ്ഥിരപ്പെടുത്തി. രണ്ടാമത് അവർ പഠിച്ചത് ഇത് എന്തുകൊണ്ട് കേടാകാതെ നിലനിൽക്കുന്നു, മറ്റൊന്നും ചെയ്യാതെ ഇത്ര കാലം അത് എങ്ങനെയാണ് ആ കടലിൽ മറ്റു മീനുകൾക്ക് പോലും തിമിംഗലത്തിനും അജാനുബാഹുകളായ മത്സ്യങ്ങൾക്കൊന്നും കിട്ടാതെ ഇത് ഇത്ര സുരക്ഷിതമായി നിലനിന്നത് എന്തുകൊണ്ട് എന്ന് അവർ 3500 മുമ്പുള്ള കാര്യമാണല്ലോ. അവരതിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ട് പഠനം അവസാനിപ്പിച്ചു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നല്ല, ഉത്തരം മുട്ടി അവർ നിലച്ചുപോയി. പിന്നീട് ആരോ വന്നിട്ട് പറയട്ടെ, പുരാതന വേദഗ്രന്ഥങ്ങളിലൊക്കെ, ബൈബിളിലും അതേപോലെ തന്നെ തൗറാത്തിലും ഒക്കെ ഇദ്ദേഹത്തെ കുറിച്ച് സംസാരമുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനെ ഇവർ പുച്ഛിച്ചു തള്ളി. കാരണം ഒന്നാമത്തെ കാര്യം, അവര് യുക്തിവാദികളും ലിബറൽ ചിന്താഗതിക്കാരുമായ ആൾക്കാരായിരുന്നു ഈ ശാസ്ത്രജ്ഞന്മാരും. ശാസ്ത്രവും ഇസ്ലാമും തമ്മിൽ, അല്ലെങ്കിൽ ശാസ്ത്രവും മറ്റു മതങ്ങളും തമ്മിൽ നല്ല പോരാട്ടം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് അവർ അംഗീകരിച്ചില്ല. അത് അങ്ങനെയൊക്കെ പറഞ്ഞാലും അത് കാര്യമായിട്ട് അവർ എടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലും അത് അംഗീകരിച്ചില്ല. മാത്രമല്ല, മതത്തിൽ പറഞ്ഞൊരു കാര്യം അംഗീകരിക്കുന്നതോടുകൂടി ഇവരുടെ ഈ പഠനത്തെ അത് ബാധിക്കുമെന്നത് കൊണ്ട് അതവർ പരിഗണിച്ചില്ല.
പിന്നെയാണ് കുറച്ചും കൂടി പിന്നെ ആഴത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പിന്നെ ബൈബിളിലും ഒക്കെ പറയുന്നത് മരണം വരെയുള്ള കാര്യമാണ്. ഖുർആനിൽ മരണത്തിന് ശേഷം ഈ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കേടാകാത്ത ലോകാവസാനം വരെ നിലനിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു, അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. ഡോക്ടർ മൗറിസ് ബുക്കായിയാണ് ഈ പഠനം നടത്തിയത്. അദ്ദേഹം അതിനകത്ത് ആഴത്തിൽ പഠിച്ചു. ആദ്യം അറബി പഠിക്കണമല്ലോ, അറബി പഠിക്കാൻ വേണ്ടി അദ്ദേഹം 10 വർഷം എടുത്തു. അറബി പഠിച്ച് ആഴത്തിൽ മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. മൗറിസ് ബുക്കായി എന്ത് ചെയ്തെന്ന് വെച്ചാല്, സൗദിയിൽ നടന്ന വലിയൊരു സാംസ്കാരിക വൈജ്ഞാനിക സെമിനാറിൽ അദ്ദേഹത്തിന് പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഈ മൗറിസ് ബുക്കായി എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ചൊരു പ്രബന്ധം അവിടെ പോയി അവതരിപ്പിച്ചു. ഇതിന്റെ ഇടയ്ക്ക് അദ്ദേഹം വേറെ 2 പുസ്തകങ്ങളും എഴുതിയിട്ടോ. 1976 ബൈബിളും ഖുർആനും തമ്മിൽ ബന്ധപ്പെടുത്തി ഒരു പുസ്തകം എഴുതി ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ. അതേപോലെ തന്നെ അതിനുശേഷം ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് എന്ന് പറഞ്ഞ ഖുർആനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിലൊക്കെ അദ്ദേഹം കുറച്ച് ആഴത്തിൽ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ പ്രബന്ധം അവതരിപ്പിച്ച ശേഷം ആ സദസ്സ് അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി. ആ കൂട്ടത്തിൽ നിന്നും ഒരു ഡോക്ടർ, ഒരു മുസ്ലിം ഡോക്ടർ, പണ്ഡിതനായ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിലൊന്നും ഒരു അത്ഭുതം എനിക്കില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ ഇത് കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിലെ 92-ാമത്തെ ആയത്ത്, ആളുകൾ അശ്രദ്ധരായത് കൊണ്ടാണ്. ലോകത്തെ മാറ്റിമറിക്കുന്ന അത്ഭുത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അന്ന് പറഞ്ഞ കാര്യം ഇന്നും എല്ലാ കാലത്തും ഖുർആനിലുണ്ട്, ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി മൗറിസ് ബുക്കായി അവിടെ കിടന്ന് കരഞ്ഞു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എന്നല്ല, ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങൾ നടത്തി. മാത്രമല്ല ഇസ്ലാമിന്റെ പ്രൊമോട്ടഡ് ആയിക്കൊണ്ട് ഇസ്ലാമിനെ പൊതുസമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് അദ്ദേഹം മാറി. ഈ സംഭവം ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആന്റെ അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, നമ്മളത് നോക്കിയിട്ടില്ല, നമ്മളത് പഠിച്ചിട്ടില്ല, നമ്മളത് ഓതിയിട്ടുണ്ടാകും, നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല. ഖുർആൻ തന്നെ നോക്കി നിങ്ങള്, വിശുദ്ധ ഖുർആൻ വരണ്ട ഭൂമിയിൽ വെള്ളം വീഴുന്ന സമയം, ഇത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലോ. വരണ്ട ഭൂമിയിൽ നല്ല ഈ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുന്ന സമയത്ത് നമ്മളൊക്കെ പാടവും നമ്മുടെ പറമ്പൊക്കെ ഇങ്ങനെ കൊത്തിയാലൊന്നും കള പറ്റാത്ത അവിടെ ഭൂമിയിൽ മഴ പെയ്ത്, ഇപ്പൊ നമ്മളെ ഭൂമിയൊക്കെ എങ്ങനെയാണോ അങ്ങനെ മഴ പെയ്ത് ഭൂമി പുഷ്കലമാകും. വല്ലാത്തൊരു പ്രയോഗമാണ്. ഭൂമി ഇങ്ങനെ ആഗ്രഹിക്കണം വെള്ളത്തിന് വേണ്ടി. അതോടുകൂടി അതിലുള്ള അതിലുള്ള കൗതുകമാർന്ന ചെടികളും പൂക്കളും വ്യത്യസ്തമായ പഴങ്ങളും ഫലവർഗ്ഗങ്ങളും അള്ളാഹു തആല മുളപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഉദാഹരണം എന്തിനെ കുറിച്ചാ പറഞ്ഞറിയോ? മനുഷ്യന്റെ മനസ്സിലേക്ക് വിശുദ്ധ ഖുർആൻ അങ്ങ് ചെല്ലുന്നതോടുകൂടി പാറ പോലെ ഉറച്ചു നിൽക്കുന്ന, ഭൗതികതയിൽ പൂണ്ടു നിൽക്കുന്ന, തെറ്റിന്റെ ലോകത്ത് സഞ്ചരിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് വിശുദ്ധ ഖുർആൻ അങ്ങോട്ട് ചെന്നാൽ ആ മനുഷ്യന്റെ മനസ്സ് പാറ പോലെ ഉറച്ച ഭൂമിയിൽ പുഷ്കലമാകുന്നത് പോലെ മനോഹരമായ ചിന്തകളും അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനകളും പരലോക ബോധവും ഖുർആനോട് ഇഷ്ടവും നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉദാഹരണത്തെ അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നത്. ആ തരത്തിൽ നമുക്ക് ഖുർആനുമായി അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് കുടുംബ ജീവിതം നയിക്കാൻ പറ്റിയിട്ടുണ്ടോ? കച്ചവട ജീവിതം നയിക്കാൻ പറ്റിയിട്ടുണ്ടോ? കൂട്ടുകെട്ട് ജീവിതം നയിക്കാൻ പറ്റിയിട്ടുണ്ടോ? മഹാനായ ഇമാം ശാഫിഈ പറഞ്ഞു, മൻ തഅല്ലമൽ ഖുർആന അൽമത ഖീമതുഹു, ഖുർആൻ ഒരാൾ പഠിച്ചാൽ അവന്റെ പദവി അല്ലാഹു ഉയർത്തും, അവനൊരു ഇസ്സത്തായിരിക്കും, അവന്റെ വാല്യൂ അല്ലാഹു തആല വർദ്ധിപ്പിക്കും. ഖുർആൻ പഠിക്കുന്നതോടുകൂടി അയാളുടെ ജീവിതത്തിന്റെ എല്ലാ രംഗവും കൂടുതൽ കരുത്തുള്ളതും മികവുള്ളതും അടുക്കും ചിട്ടയും ഉള്ളതും വെളിച്ചമുള്ളതായിട്ട് മാറും. പിന്നെ എന്താ നമ്മൾ പഠിക്കാത്ത? നമ്മുടെ ഈമാൻ അത്രേ പോന്നിട്ടുള്ളൂ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, നമ്മളെ ഓതുന്ന ആയത്താണ്. ഇതിൽ ആദ്യം പറയുന്നത് അല്ലമൽ ഖുർആനാണ്, പിന്നെയാണ് മനുഷ്യൻ സൃഷ്ടിപ്പ് പറയുന്നത്. ശരിക്കും ആദ്യം ഖലഖൽ ഇൻസാനാണ് പറയേണ്ടത്. മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നെ ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയേണ്ടടുത്ത് ഖുർആൻ പഠിപ്പിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത് എന്താ അറിയോ? മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു തന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് തന്നെ, അവനെ നിലനിർത്തിയത് തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതിന്റെ മൗലികമായ ലക്ഷ്യം തന്നെ ഖുർആന്റെ പഠനമാണ് എന്ന് വിശുദ്ധമായ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നതായി കാണാൻ പറ്റും. ഖുർആൻ പഠിക്കാത്തൊരു മനുഷ്യനെ എന്ന നിലക്കുള്ള ദൗത്യം നിർവഹിക്കാൻ കഴിയില്ല, അവന്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കഴിയില്ല, അവന്റെ കുടുംബത്തെ ഇസ്ലാമികമായി ചിട്ടപ്പെടുത്താൻ കഴിയില്ല, അവൻ നിർവഹിക്കപ്പെടേണ്ട ദൗത്യത്തിന്റെ കാര്യത്തിൽ ഒരു ശക്തി പകരാൻ വിശുദ്ധ ഖുർആൻ അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഖുർആൻ ഒരുപാട് വായനകളുണ്ട്, അക്ഷര വായന ഉണ്ട്,
അത് നമ്മളൊക്കെ വായിക്കലുണ്ട്, ഖുർആന്റെ ആയത്തുകളൊക്കെ. അതിന്റെ ഒരു സ്പിരിച്വൽ പഠനമുണ്ട് ഖുർആന്റെ, അത് നമ്മൾ നടത്തിയിട്ടില്ല. ഞാനിപ്പോ ഓതി വെച്ച ആയത്തുണ്ട്, സൂറത്തു യൂനിസിലെ ആയത്ത്. ഈ ആയത്ത് ഓതിയിട്ട് ഒരാൾ കരഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ആ ആയത്ത് ഓതിയിട്ട് അയാളെ ഫറോവനെ ഉയർത്തിക്കൊണ്ടുവരും. ആ ആയത്ത് ഓതിയിട്ട് അയാളെ ചിന്തിക്കണം. ഒരുപാട് പാഠങ്ങൾ ആ ആയത്തിലുണ്ട്. ഈ ലോകത്ത് ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ, പാവപ്പെട്ടവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യന്റെയും അന്തിമഗതി ഫറോവ നിന്നെ പോലെ ആയിരിക്കുമെന്ന വലിയ പാഠം അതിലുണ്ട്. മാത്രമല്ല ഇതൊക്കെ അള്ളാഹു തആലയുടെ ദൃഷ്ടാന്തമാണ്, കൃത്യമായി ബോധ്യപ്പെടുന്ന സൂചനകളുണ്ട്. അപ്പൊ ആ തരത്തിൽ വിശുദ്ധ ഖുർആനെ നമ്മൾ ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും, ഒരു 10 മിനിറ്റെങ്കിലും, 24 മണിക്കൂറിനുള്ളിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം 1400 സംതിങ് മിനിറ്റുകളുണ്ട് അത്ര ഒരു ദിവസം. 24 മണിക്കൂറിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1400 ചില്ലാനം മിനിറ്റുകൾ. ഇതിൽ നിന്നൊരു 10 മിനിറ്റ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പഠിക്കാൻ ഒരാൾക്ക് സമയം കിട്ടണില്ലെങ്കിൽ ട്രംപിനെ പോലെ തന്നെ, നെതന്യാഹുവിനെ പോലെ തന്നെ മനസ്സ് കടുത്തുപോയവരായിട്ട് നമ്മൾ മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നിങ്ങൾ നാളേക്ക് പലസ്തീനികളുടെ ധൈര്യം എന്താ? ഒക്ടോബർ 7 വന്ന 2 വർഷമായി ചെറിയൊരു തുരുത്തിനെ നിരന്തരം, ഇന്നലെ മാത്രം 26ഓളം ബോംബ് സ്ഫോടനങ്ങളാണ് അവിടെ നടത്തിയത്. 90-ലധികം മരണങ്ങൾ. എത്ര മനുഷ്യന്മാരാ മരിക്കുന്നത്? ഒരു അപശബ്ദം അവിടുന്ന് വരുന്നുണ്ടോ? ഒരു മോശപ്പെട്ട വർത്താനം വരുന്നുണ്ടോ? ആരെങ്കിലും കളിയാക്കുന്നുണ്ടോ? ഒരാളവർ സഹായിക്കാനുണ്ടോ? എന്താ ഒരു ശക്തി എന്ന് വിചാരിച്ചിട്ടാ അവരിങ്ങനെ? ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ തോൽക്കുന്നത് ഇസ്രായേലാണ്. അവരില്ലാതെയാവുക. ലോകത്ത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ എല്ലാ ചിത്രവും ആ അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമാകാൻ. ഫലസ്തീനിനെ പറ്റിയ ആളുകൾ ഓരോ ദിവസം പിന്തുണ കൂടാൻ. സർവ്വ ഫുട്ബോൾ ടീം അവർക്ക് പിന്തുണയാണ്. സർവ്വ മനുഷ്യരും അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ തരത്തിൽ അവർ മാറിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു അഭയാർത്ഥി ഒരു ക്യാമ്പില് ബോംബ് സ്ഫോടനം നടന്നാല് മരിച്ചവരെ അവിടുന്ന് മറവ് ചെയ്ത് ബാക്കിയുള്ളവരവിടുന്ന് പോകുമ്പോ കയ്യിൽ കിട്ടിയ തുണിയും കുപ്പായത്തിന്റെ ഒപ്പം ഒരു ഖുർആൻ അവർ കയ്യിലെടുക്കും. എന്നിട്ട് ആ ഖുർആൻ കൊണ്ട് അടുത്ത സ്ഥലത്ത് പോയി ടെന്റ് കെട്ടും. ആ ടെന്റ് കെട്ടി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അവർ ആദ്യം ചെയ്യും, ഖുർആൻ പഠിക്കാനുള്ള സ്ഥലം, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മാത്രം. പക്ഷെ ഖുർആൻ അവർ വിടൂല. ഉമ്മമാരത് ശ്രദ്ധിച്ചു, ഉപ്പമാരത് ശ്രദ്ധിച്ചു, കുടുംബം ശ്രദ്ധിച്ചു. ആ തരത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ ചേർത്ത് പിടിച്ച മനോധൈര്യമാണ് പലസ്തീനികൾക്ക്. ഉറപ്പിച്ച് പറയാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇവിടുന്ന് ഓടിത്തഴിക്കും. കാരണം എന്താ? നമ്മളെ മനസ്സിൽ ഖുർആനില്ല, നമ്മുടെ ഉള്ളിൽ ഖുർആനില്ല. ഖുർആനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ട് ഇബ്നു മസ്ഊദ് പറയാണ്, ഇന്ന ഹാദൽ ഖുർആന മഅദബത്തുള്ള, അള്ളാഹുവിന്റെ ഒരു മഅദബത്താണ്, അള്ളാഹുവിന്റെ ഒരു സദ്യയാണ്. ഒരു സദ്യ എന്ന അർത്ഥത്തിൽ ഒരു മേശപ്പുറത്ത് ഇങ്ങനെ അള്ളാഹു ഇരിക്കി വെച്ചിട്ടുള്ള സദ്യയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സാധിക്കുന്നതിന്റെ പരമാവധി നിങ്ങൾ ഖുർആൻ പഠിക്കണം കേട്ടോ. ഹാദൽ ഖുർആൻ ഹബ്ലുല്ല, അള്ളാഹുവിന്റെ കയറാണ് ഈ ഖുർആൻ. അപ്പൊ നമ്മളൊരു കയറും പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ അതിന്റെ ഇങ്ങേ അറ്റത്ത് ആര് പിടിച്ചിട്ടുണ്ടാവും? അള്ളാഹ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആൻ പഠിക്കുന്നവരായി മാറണം. ഓഹോ നൂറുൽ മുബീൻ, അവന്റെ ജീവിതത്തിലേക്കുള്ള വെളിച്ചമാണെന്ന് അദ്ദേഹം പറയുന്നു. ഉപകാരപ്രദമായ ശമനമാണ്, ഷിഫയാണ് വിശുദ്ധ ഖുർആൻ. ശമനമാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും, പല പ്രയാസങ്ങൾക്കും, പല പ്രതിസന്ധികൾക്കും അതിനെ പിൻപറ്റുന്നവർക്കുള്ള രക്ഷയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആ ഖുർആന്റെ അത്ഭുതങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നതല്ല. ഒരക്ഷരം പാരായണം ചെയ്താൽ, ഒരക്ഷരം പഠിച്ചാൽ 10 ഹസനത്ത് ആൾക്ക് വേണ്ടി അല്ലാഹു തആല എഴുതപ്പെടും. അതിന്റെ മുസ്ഹഫുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നിങ്ങളത് കേവലമായി ഓതിയ പോരാ, അല്പമൊക്കെ അതിന്റെ ആഴത്തിൽ പഠിക്കാനും അതിന്റെ ആയത്തുകൾ മനസ്സിലാക്കാനും. ഖുർആൻ അങ്ങനെ മനസ്സിലുള്ളവൻ അത്തരം ഹൃദയങ്ങളെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല, നരകത്തിലിടുകയില്ല എന്നടങ്ങുന്ന ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും. ഞാൻ പറയുന്നത്, ഖുർആൻ പഠിക്കാൻ നമ്മൾ ഒരു വേദി കണ്ടെത്തണം. എല്ലാ ദിവസവും 5 മിനിറ്റ് വായിക്കുന്നതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് അല്പം ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തണം. മറ്റെല്ലാത്തിനും നമുക്ക് സമയമുണ്ട്, അതിന് മാത്രം സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പരാജയപ്പെട്ടവരിൽ പെട്ടു പോകും. സാധാരണ ഒരു ഖുതുബ് കേട്ടു പോകുന്നത് പോലെയല്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കണം. എവിടെയാണോ ഉള്ളത് അവിടെ പോയി ഫീസ് കൊടുത്ത് പഠിക്കാൻ സാധിക്കണം. ചിലപ്പോ ഒന്നും മനസ്സിലാവില്ല, ചിലപ്പോ ഖുർആൻ ചില ആയത്തുകളായിട്ട് ഒന്നും മനസ്സിലാവില്ല. ഇത് എനിക്ക് പറ്റിയ പണിയല്ല നിനക്ക് ചിലപ്പോ തോന്നും. പിശാച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പോണ്ട വെറുതെ ആവശ്യം പോയി വാട്സപ്പിൽ കളിച്ചോ, അതോ നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരമണിക്കൂർ, ഒരല്പസമയമെങ്കിലും പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ ആഴ്ചയിൽ ഒരു ഖുർആൻ സ്റ്റഡി ഇവിടെ ഉണ്ട്. ആകെ 5-6 ആൾക്കാർ വരും, ബാക്കിയുള്ളവരൊന്നും വരൂല.
അത് സംഘടനാപരമായ പ്രശ്നം കൊണ്ടൊന്നല്ല, അതിന് താല്പര്യം എടുക്കാൻ ആളുകൾക്ക് പറ്റണില്ല. ഞാൻ വിചാരിക്കുന്നത് ആ ഖുർആൻ സ്റ്റഡി തന്നെ നമ്മളൊന്ന് വികസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കാം. അതോടൊപ്പം സ്ത്രീകൾക്ക് മറ്റൊരു ഖുർആനുമായി ബന്ധപ്പെട്ട ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും പഠിക്കുന്ന രീതി ഉണ്ടാവണമെന്നതാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇതെന്തിനാ ഇപ്പൊ പറഞ്ഞത്? ഈ ഒരു സമയത്ത് ഇത് റമദാനൊന്നുമില്ലല്ലോ, അതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ കൗമാര കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ഖുർആൻ പഠന വേദി വരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നമ്മളെ കുട്ടികൾ 24 മണിക്കൂറും ഫോണിലാണ്, എല്ലാ സമയത്തും ഒരു ഫോണിലാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അവർ സ്വന്തമാണ്. ഇഷ്ടംപോലെ ഗെയിം കളിക്കാൻ അവർക്ക് സമയമുണ്ട്. കൗമാരപ്രായക്കാരായ 8, 9, 10, 11, 12 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ ആഴത്തിലുള്ളൊരു പഠനം ഓൺലൈനിൽ തുറന്നാൻ തീരുമാനിച്ചു. ഒക്ടോബർ 1-ാം തീയതി മുതൽ. ഞാനല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടും. വിശദമായ ഖുർആൻ പഠനം 5 പണ്ഡിതന്മാര്, VT അബ്ദുള്ള കോയ തങ്ങൾ, CT സുഹൈബ്, സുലൈമാൻ അസ്ഹരി, ബഷീർ മൊഹീദ്ദീൻ അടക്കമുള്ള കേരളത്തിൽ അറിയപ്പെട്ട ഖുർആൻ പണ്ഡിതന്മാരുടെ എത്ര സമയമുള്ളവരോ 15 മിനിറ്റ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇപ്പാന്റെ കുട്ടിക്ക് ഇതാ ഫോൺ പറഞ്ഞ് കൊണ്ടേ കൊടുക്കുക. എന്നിട്ട് ആ ഫോണിൽ 15 മിനിറ്റ് കുറച്ച് ഓത്തും അല്പം അർത്ഥവും ഒരാശയം, അതിന്റെ അപ്പുറത്തേക്ക് ഒരു മിനിറ്റ് പോകില്ല. മറ്റെല്ലാ പരിപാടിയും മാറ്റിവെച്ച് ആ 15 മിനിറ്റ് നമ്മുടെ കൗമാര കുട്ടികളെ രക്ഷിതാക്കളെ ഇരുത്തണം. എന്നിട്ട് ഒരു ഗെയിം കളിക്കുക, എന്താ ആയിക്കോട്ടെ. ആ ഖുർആൻ അവരുടെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ ഇതൊരു പഠന മേഖലയും കൂടിയാണ്. ഫീസില്ല. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്ത് ചേരുന്ന കുട്ടികൾക്ക് മാത്രം കയറാൻ പറ്റുന്ന, എല്ലാവർക്കും കയറാൻ പറ്റാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ക്യൂ സ്പോട്ട് എന്നാണ് അതിന്റെ പേര്. പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ എല്ലാവർക്കും തരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മളെ കുട്ടികളെ ചേർക്കണം. ഞാനിപ്പോ അനൗൺസ് ചെയ്തപ്പോൾ എന്റെ അടുത്ത് 60ഓളം കുട്ടികളുടെ അടുത്ത് പേര് വന്നു ഓൺലൈനിൽ. നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ 5-നും 6-ന്നൊക്കെ മദ്രസ നിർത്തിപ്പോയി, മദ്രസ അത്രയൊക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത കുട്ടികളുണ്ട്, ഫാത്തിഹ ഓതാൻ അറിയാത്ത കുട്ടികളുണ്ട്, പ്രാർത്ഥിക്കാൻ അറിയാത്ത കുട്ടികളുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദിന്റെ ആശയം അറിയാത്ത കുട്ടികളുണ്ട്. 3 തവണ ഓതിയ ഖുർആൻ മുഴുവൻ ഓതിയ പുണ്യ, 3 തവണ ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ പുണ്യം കിട്ടണമെങ്കിൽ എന്താണ് സൂറത്തുൽ ഇഖ്ലാസിൽ പറയുന്നത് എന്ന് അറിയണ്ടേ? ഇങ്ങനെ പോയാൽ എന്നെങ്കിലും ഈ നരകത്തിന്റെ ഒരു ആയത്ത് കേട്ടിട്ട് നമ്മളെ മക്കളെ കണ്ണു നിറയും. സ്വർഗത്തിന്റെ ഒരു ആയത്ത് കേട്ടിട്ട് ഞമ്മക്കൊന്ന് മനസ്സുകൊണ്ട് സ്വർഗത്തെ ആഗ്രഹിക്കാൻ പറ്റുമോ? ഈ സ്വർഗം പടച്ചവന്റെ വാപ്പാക്ക് കിട്ടണമെന്ന് കുട്ടി ആഗ്രഹിക്കോ? കാരണം കുട്ടിക്ക് ഒരു പാട്ട് കേൾക്കുന്ന ആസ്വാദനം പോലും ഖുർആനിൽ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആ നാട്ടിലെ അധ്യാപകരും ആ നാട്ടിലെ ഉസ്താദും മദ്രസയും ആ കുട്ടികളെ രക്ഷിതാക്കളാണ്. പല പരിപാടി നമ്മൾ നോക്കണം ഇറ്റങ്ങളൊന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി. അപ്പൊ ആ കൂട്ടത്തില് എല്ലാ പരിപാടിക്കും പോകും, മൈലാഞ്ചി കല്യാണം, തക്കാരത്തിന് എല്ലാത്തിനും കൊണ്ടുപോകും. ഖുർആൻ പഠിപ്പിക്കാൻ എന്റെ കുട്ടനെ കൊടൂല എന്നാണെങ്കിൽ ഞാൻ അവരോടൊന്നും പറയുന്നില്ല. അല്ലാത്ത രക്ഷിതാക്കൾ കുട്ടികളെ പേര് എത്രയും പെട്ടെന്ന് 1-ാം തീയതി ക്ലാസ് ആരംഭിക്കും, അവരെ പേര് തരണം, അവരത് പഠിപ്പിക്കണം. അങ്ങനെ ആ ഒരു സമയം. പിന്നെ ഒരു ചെറിയൊരു ഓപ്ഷൻ കൂടി തന്നിട്ടുള്ളത്, ആ കൗമാര കുട്ടികളെ കൂടെ വീഡിയോയിൽ കാണാത്ത തരത്തിൽ അപ്പുറത്തിരുന്നിട്ട് മാതാപിതാക്കൾക്കും അത് പഠിക്കാൻ, അത് അവർക്കുള്ള വേദിയല്ല, അവരെല്ലാം കയറേണ്ടത് കുട്ടികളാണ് എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ മനസ്സിലൊക്കെ ലിബറൽ ചിന്താഗതികൾ. അള്ളാഹിനോടൊന്നും ഒരു താല്പര്യമല്ല, റസൂലിനോട് താല്പര്യമല്ല, ദീനിനോട് താല്പര്യമല്ല, ഭയങ്കര ആന്റി മൈൻഡാണ്. എത്ര കുട്ടികൾ വെറുതെ പരസ്പരം അടിപിടി ഉണ്ടാക്കാൻ ഒരു കാര്യമല്ല, വെടിവെച്ച് കൊല്ലുന്ന ഗെയിമുകൾ മാത്രം കളിച്ചുകൊണ്ടിരിക്കാൻ. ഞാൻ പറഞ്ഞു അതൊക്കെ കളിച്ചോട്ടെ, അതൊക്കെ കളിച്ചാലും കാര്യഗൗരവമുള്ള സമയത്ത് കുട്ടികൾ തിരിച്ചു വരാൻ ഹൃദയത്തിൽ കൊട്ടാൻ പാടും, അത് നമ്മൾ കൊടുക്കണം. പിന്നെ മദ്രസ കാലഘട്ടത്തിൽ കിട്ടിയത് എന്ന് പറഞ്ഞാൽ അറിയോ, കളിച്ചു പഠിച്ചൊരു കാലഘട്ടമാണ്. ശരിക്കും 7-ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചാൽ ഒരു കുട്ടിക്ക് ഒന്നും കിട്ടൂല. അതൊരു കളിയുടെ പഠനമാണ്. 8 മുതലാണ്, അല്ലെങ്കിൽ ഒരു പക്വതയാകുമ്പോഴാണ് അല്പമൊക്കെ ചിന്തിച്ച് ഇസ്ലാം എന്താണ്, അതിന്റെ മറ്റു വിശദാംശങ്ങൾ എന്താണ് കുട്ടികൾക്ക് കിട്ടുള്ളൂ. ആ തരത്തിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അത്രയെങ്കിലും നമുക്ക് സ്വന്തം പഠിപ്പിക്കാൻ പറ്റിയാൽ നന്നായി. അല്ലെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും കൂടെ പള്ളിക്ക് വരാൻ പറഞ്ഞാൽ ആരും വരൂല. അവനവന്റെ വീട്ടിലിരുന്ന്, അവനവന്റെ വീട്ടിലെ സിറ്റ് ഔട്ടിലിരുന്ന്, അവനവന്റെ വീട്ടിലെ റൂമിലിരുന്ന്, ബെഡിലിരുന്ന്, ചാരിക്കിടന്ന്, ഇരുന്നും കിടന്നും കേൾക്കാൻ പറ്റുന്ന ഈ പഠന സംവിധാനം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഉപയോഗപ്പെടുത്തണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം ഉദ്ധരിച്ചതും ഈ വിഷയം തെരഞ്ഞെടുത്തതും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ, നമ്മുടെ മക്കളെ വിശുദ്ധ ഖുർആന്റെ അമാനുഷികമായ ആ കഴിവൊക്കെ മനസ്സിലാക്കി അത് പാരായണം ചെയ്തും പഠിച്ചും ജീവിക്കുന്ന മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.